ഹലോ ഹായ്, എൻ്റെ പേര് ജോൺ ജോ. പട്ടിണിപ്പാവങ്ങളുടെ നിരക്ഷരരുടെ ഇന്ത്യ ഇന്ന് ഡിജിറ്റൽ ഇന്ത്യയാണ്. എവിടെ തിരിഞ്ഞാലും QR കോഡാ. ഹോട്ടലിൽ ബില്ലടയ്ക്കാൻ QR കോഡ്, മെനു കാർഡ് QR കോഡ്. ഇന്നൊരു പുസ്തകം നമ്മൾ വായിക്കണ്ട, അതിന്റെ QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് വേണ്ടി ആരെങ്കിലും വായിച്ചു തരും. കഴിഞ്ഞ ദിവസം എൻ്റെ വല്യപ്പന്റെ വീട്ടിൽ ചെന്നപ്പോൾ അങ്ങോട്ട് പേരക്കുട്ടി ഇങ്ങോട്ട് മുതുകിലെ വട്ടച്ചൊറിയുടെ മുകളിൽ മൊബൈൽ ക്യാമറ പിടിച്ചിരിക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാം, ഞാൻ അപ്പാപ്പന്റെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനത്തിന് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അവൾക്ക് അറിയില്ല എന്നാണ് അവൾ പറയുന്നത്. ആ ക്യാഷ്ലെസ് എക്കോണമി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് കാശില്ലാണ്ട് സുഖമായി ജീവിക്കാന്നാണ്. പക്ഷെ അതല്ല, കാശുള്ളവൻ ഇനി സുഖമായി ജീവിക്കാമെന്നാണ്. അതായത് ഇനി നമ്മൾ കാശ് കൊട്ടേ ചുമക്കണ്ട, ഇത് കൊണ്ടുപോയി ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ATM കാർഡോ മൊബൈലോ വെച്ച് കഴിഞ്ഞ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനൊക്കെ അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ഇന്റർനെറ്റ്. ഇത് പണ്ടൊക്കെ കൂട്ടുകാർ തമ്മി കണ്ടു കഴിഞ്ഞാൽ കാശിന്റെ ഒരു 10 രൂപ മറക്കാമെന്ന് ചോദിക്കാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കൂട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ നെറ്റ് ഉണ്ടോ വൈഫൈ ഷെയർ ചെയ്യാന്ന് ചോദിക്കാം. ഈ 10 രൂപ കൊടുത്തത് ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ ഒരു സാധ്യത ഉണ്ടെങ്കിലും നെറ്റ് കൊടുത്താൽ കൊടുത്തതാ. ഫ്രീ വൈഫൈ കിട്ടി കഴിഞ്ഞപ്പോൾ 1.5 GB പടം വരെ ഡൗൺലോഡ് ചെയ്ത് കളയും. പണ്ടൊക്കെ അമ്മയ്ക്ക് മാസാവസാനം പറയടാ പത്രത്തിന്റെ കാശ്, പാലിന്റെ കാശ്, ഗ്യാസിന്റെ കാശ്, ഇങ്ങനത്തെ ടെൻഷനുകളായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കാം, നെറ്റ് തീരാറായി, റീചാർജ് ഇമ്മീഡിയറ്റ്ലി. അവശ്യ സാധനങ്ങൾ ഒരു ദിവസം ലേറ്റ് ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ അത്യാവശ്യ സാധനമായ ഇന്റർനെറ്റ് ഒരു ദിവസം മുമ്പ് തന്നെ നമുക്ക് റീചാർജ് ചെയ്യണം. അമ്മേനെ മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇപ്പൊ സീരിയലാണ്, ഇത് മൊബൈലില്ല. ഒറ്റ ദിവസത്തെ എപ്പിസോഡ് മിസ്സായി കഴിഞ്ഞാൽ ഈ അവിഹിത ലൂപ്പി കിടക്കണ കൊച്ചിന്റെ അച്ഛന്മാരുണ്ടാവും. അപ്പോ ഇന്നത്തെ കാലത്തെ പിള്ളേരെ വളർത്തൽ എന്ന് പറയുന്നത് ഈ ബ്രോയിലർ കോഴീനൊക്കെ വളർത്തുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ബ്രോയിലർ കോഴീനെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതിന് വെളിച്ചം വന്നു കഴിഞ്ഞാൽ അപ്പൊ വെള്ളം തീറ്റി ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. അതുപോലത്തെ ഇപ്പോഴത്തെ പിള്ളേർക്ക് നെറ്റും തീറ്റയും മുടങ്ങാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. നെറ്റ് തീരുമ്പോൾ തീറ്റ കൊടുക്കണം, തീറ്റ തീരുമ്പോൾ നെറ്റ് കൊടുക്കണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് തീർന്ന ഒരു വയലന്റ് ആവും. പിള്ളേരെ പിടുത്തക്കാർക്ക് ഇന്നത്തെ പണി കുറച്ചും കൂടി എളുപ്പമാണ്. ഫ്രീ വൈഫൈന്ന് എവിടെയെങ്കിലും ഒരു കോല് കുത്തി കഴിഞ്ഞാൽ അതിന് ചുറ്റും പിള്ളേരെല്ലാം കൂടും. ഇത് തൊട്ടപ്പുറത്തുള്ളവനെ ചാക്കിലാക്കി കൊണ്ടായാൽ പോലും ഇപ്പുറത്തുള്ളവനെ അറിയില്ല. ഇന്നത്തെ കാലത്ത് പരിണാമം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർ മിക്കവാറും ചൂണ്ടക്കുളത്ത് പോലെ വളഞ്ഞിരിക്കാനാണ് സാധ്യത. എന്തായാലും സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ നടക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ വല്യപ്പൻ ആരൊക്കെ ഡിജിറ്റലൈസ് ആയാലും വല്യപ്പൻ ഡിജിറ്റലൈസ് ആവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വല്യമ്മ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകളിൽ സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി. വല്യപ്പൻ വീട്ടിൽ ഇപ്പോഴും TV കാണുന്ന നാപ്തോലിന്ന് സാധനങ്ങൾ മേടിക്കുന്നത്. എന്റെ വല്യപ്പന്റെ വീട്ടിലേക്ക് കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്റെ വീട്ടിലെ പട്ടിയും പൂച്ചും തല്ലുകൂടുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കാം. ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ചങ്ങാതി മൊബൈൽ വെക്കുന്നതാ. അവ ഇതിമ തീയിലിട്ട് കാണിച്ചരും, ചിറ്റിക്ക് അടിച്ച് കാണിച്ചരും, ലോറി കെട്ടി കാണിച്ചു. ഇന്നേ വരെ ചങ്ങാതി ഇതുകൊണ്ട് ഒരു കോൾ ചെയ്ത് കാണിക്കണം ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും വല്യപ്പൻ അത്തരത്തിൽ മേടിച്ച ഒരു ടാബ്ലറ്റുമാണ് ഇപ്പൊ വല്യമ്മ കറിക്കരിഞ്ഞോണ്ടിരിക്കുന്നത്. എന്തായാലും എന്റെ കണക്കൂട്ടിലെല്ലാം തെറ്റിച്ചുകൊണ്ട് വല്യപ്പനും ഡിജിറ്റലൈസ് ആയി. ഇതിന് കാരണം എന്ന് പറയുന്നത് ഓൺലൈൻ റമ്മി ആയിരുന്നു. ഓൺലൈൻ റമ്മി വന്നതോടുകൂടി വല്യപ്പനും ഡിജിറ്റലൈസ് ആയി. പക്ഷെ വല്യമ്മയ്ക്ക് ചെറിയൊരു സമാധാനം ഉണ്ട്. പണ്ട് പാടത്ത് ചെവിയിൽ കുണുക്കിട്ട് ചീട്ട് കളിച്ചിരുന്ന സമയത്ത് ഡെയിലി പോലീസുകാർ വന്നായിരുന്നു. ഈ ഓൺലൈൻ റമ്മി കളിച്ചിട്ട് ഇന്നേ വരെ ഒരാളും പോലീസ് പിടിച്ചിട്ടില്ല. പിന്നെ മാത്രമല്ല, ഓൺലൈൻ റമ്മി കളിച്ച് കിട്ടുന്ന കാശിന് വല്യമ്മേനെ 3 ട്രിപ്പ് കൊണ്ടുവന്നും വല്യപ്പൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുവരെയുള്ള കളിയിൽ വല്യമ്മയുടെ 3 വള പണയത്തിലാണ്. ഈ ഡിജിറ്റലൈസേഷൻ വന്നതോടുകൂടി പല പുതിയ തൊഴിൽ മേഖലകൾ വന്നു. ഇപ്പോൾ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് ഞാൻ ബാങ്കിൽ ഫൈൻ അടച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ വീടിന്റെ അപ്പുറത്തുള്ള തവളേനെ പിടിച്ചിറങ്ങിയിരുന്ന സോനുമോൻ ഇൻകം ടാക്സ് അടക്കുന്നുണ്ട്. സോനുമോൻ ഒരു പ്രശസ്ത യൂട്യൂബറാണ്. സോനുമോൻ വ്ളോഗ്സിന്റെ ഉടമയാണ്. ലക്ഷങ്ങളാണ് വരുമാനം. ഡിജിറ്റലൈസേഷനോടുകൂടി നിലവിലുള്ള പല തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുകയും ചെയ്തു. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ കള്ളന്മാർ, ഇവർക്ക് ഇന്ന് പഴയ പോലെ ഒരു വീട്ടിൽ കയറി കക്കഞ്ഞൊന്നും കിട്ടില്ല. അവിടെ മിക്കവാറും QR കോഡ് തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തട്ട് പൊളിച്ചിട്ടുള്ള മോഷണത്തിന് വലിയ സ്കോപ്പ് ഒന്നുമില്ല. അറിയണമെങ്കിൽ നെറ്റ് പൊളിച്ചിട്ടുള്ള മോഷണം അറിയണം. ഇതാണ് ഈ പഠിക്കാൻ കുറച്ച് പണിയുണ്ട്. എന്തായാലും ഡിജിറ്റലൈസേഷൻ ഒരുവിധം എല്ലാ മേഖലയിലും പടർന്നു പിടിച്ചു എന്നുള്ള കാര്യം എനിക്ക് കഴിഞ്ഞ ദിവസം എടപ്പള്ളി സിഗ്നലിൽ ഞാനും എൻ്റെ കൂട്ടുകാരും കാറിൽ ബ്ലോക്കിൽ പെട്ടെടുക്കുമ്പോഴാണ് മനസ്സിലായത്. ഒരു ചേട്ടൻ ഞങ്ങളുടെ വിൻഡോയിൽ ഒന്ന് മുട്ടിയിട്ട് പറഞ്ഞു, മോനെ എന്തെങ്കിലും തരണമെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ ചില്ലറിയില്ലാന്ന്. അപ്പൊ തന്നെ ചേട്ടൻ ഷർട്ട് പൊക്കി QR കോഡ് കാട്ടിട്ട് മോനെ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. എന്തായാലും ചേട്ടൻ QR കോഡ് കാട്ടിയതല്ലേ, ഞാനൊന്ന് സ്കാൻ ചെയ്ത് ചേട്ടന് ഒരു 2 രൂപ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ തന്നെ ഗൂഗിൾ പേ ഒരു 3 രൂപ തിരിച്ച് എനിക്ക് തന്നു. ഇതിപ്പോ ആരാണ് ഭിക്ഷക്കാരനെ കാണുന്നുള്ളത് എനിക്ക് മനസ്സിലായി.